നമുക്ക് ചില ക്ലോസ് ഷോട്ട് എടുക്കാൻ പോകുന്നത് തന്നെ കവളിങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ട് തിരിയും, അപ്പോൾ ചോക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ കവളിങ്ങനെ ചോന്നിരിക്കുന്നില്ലേ. അതുവരെ മമ്മൂക്കാടി മോഹൻലാലും പോലെയാണ് എല്ലാവരും ഡയലോഗ് പറയണം. കാരണം അവരെ പോലെ ആവാനാണ് എല്ലാവരും നോക്കണം. അവരെ പോലെ ഇനി ഒരാളും ഉണ്ടാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കുകയും തങ്ങൾ മികച്ച നടന്മാരാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തത് ഈ ടെക്നിക്ക് വഴിയാണ്. നമ്മളിപ്പോൾ എന്ത് വിഷയം പറഞ്ഞാലും സിനിമ എന്ന് പറയുന്നത് ആൾക്കാരെ രസിപ്പിക്കുക, അതിലൂടെ അതിൻ്റെ ബിസിനസ് നടക്കുക എന്നുള്ളതാണല്ലോ. ബിസിനസ് നടക്കാൻ വേണ്ടി തന്നെയാണ് അത് ഇത്രയും കാശിൻ്റെ ഫാക്ടറി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര ചെറിയ വിഷയമാണെങ്കിലും അത് ആൾക്കാരെ എത്തിക്കണം. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കായിരുന്നു ആക്ടേഴ്സിനെയും ആ ക്രാഫ്റ്റിനെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. സോ വൈൽ വർക്കിംഗ് ആസ് എൻ എഡി, ആ ഒരു ക്രാഫ്റ്റിനെ വ്യൂ ചെയ്ത രീതി എങ്ങനെയായിരുന്നു? ഒരു ബിഗ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് ഇത് അതിന് ടെക്നിക് സൈഡ് ഞാൻ അധികം ആലോചിച്ചിരുന്നില്ല. കാരണം ഞാൻ സിനിമയായിട്ടാണ് കണ്ടിരുന്നത്, കഥയായിട്ട്. അതായത് ആക്ടർ രാവിലെ ഇറങ്ങി വന്നിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നം പോലെ ഒറ്റയടിക്ക്, അതായത് ക്യാമറ വെച്ച് ഫോളോ ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും ബുദ്ധിയിൽ വന്നിട്ടുള്ള ഏറ്റവും അതിന് ഇതിങ്ങനെയായിരിക്കാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിയിട്ടുള്ള രംഗങ്ങൾ. പിന്നീട് നമ്മൾ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ഇതൊക്കെ ഷോട്ടുകളാണെന്ന് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ ഇതിൻ്റെ ഷോട്ട് കണ്ടിട്ടില്ല. ഇതൊറ്റ സ്ട്രെച്ചിൽ എടുക്കണതാണെന്ന് വിചാരിച്ചുള്ളത്. പിന്നെയാണ് മനസ്സിലായി ഇതൊക്കെ ഷോട്ടുകളാണല്ലോ, ഇവിടെയൊക്കെ ഷോട്ടുകൾ മാറുന്നുണ്ടല്ലോ, അതാണല്ലോ ഇങ്ങനെ എടുത്തിട്ടാണല്ലോ, അത് കൂട്ടി വെച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. മറ്റത് മൂവി നമ്മൾ സിനിമയല്ല കാണുന്നത്. പിന്നീട് മനസ്സിലായി ഇതൊക്കെ ഷോട്ടുകളാണ്, ഇതൊക്കെയാണ് മാറുന്ന ഷോട്ടുകൾ ഇങ്ങനെയൊക്കെ. പിന്നെയൊക്കെ ക്ലോസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആക്ടേഴ്സ് ഒന്നും അവിടെ ഇല്ല. ക്യാമറയുടെ സൈഡിൽ സാറ് കൈ കാണിച്ചിട്ട് ഇതിൽ നോക്കിയിട്ടാണ് പറയിപ്പിക്കുക. ഇതാണ് നമ്മൾ ഇത്ര ഇമോഷണൽ. പപ്പസ് അയാളില്ല, അടിക്കുമ്പോൾ അയാളില്ല, ആ സീൻ എടുക്കുമ്പോൾ മറ്റാളില്ല, അയാളുടെ ഷോട്ട് വേറെ ദിവസമാണ് എടുക്കുന്നത്. അതെനിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. നമ്മൾ ശരിക്കും ഇതൊക്കെ ഒരുമിച്ച് നടക്കുന്നൊരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടും ഇതൊക്കെ മുറിച്ചെടുക്കുന്നു, പല സമയങ്ങളിൽ എടുക്കുന്നു, പല സ്ഥലത്ത് വെച്ച് എടുക്കുന്നു, അതിനെ കൂട്ടിച്ചേർത്ത് വെക്കണതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് പോലെ സിനിമയിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ഈ ചായ കുടിച്ചിട്ട് എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ വേറെ ദിവസമായിരിക്കും ഇടുന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് എഴുന്നേൽക്കുന്നത്, ആ ഇമോഷൻ തന്നെ ക്യാരി ചെയ്യണം. ഇപ്പോൾ ദേഷ്യത്തോടെയാണെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ തമാശ കൊണ്ടാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടുന്ന് പുറത്ത് കിടക്കുമ്പോൾ. അതോടൊപ്പം തന്നെ എൻ്റെ കൈ മടക്കി വെച്ചിരിക്കുന്നത് കുടുക്കിൻ്റെ തൊപ്പി, കണ്ണാട, കയ്യിലുണ്ടായിരുന്ന ആക്ഷൻസ്, സാധനങ്ങൾ, ഇതൊക്കെ അതേപോലെ തന്നെ ആയാലാണ് പുറത്ത് കിടക്കുമ്പോൾ അത് ലൈഫ് വരുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ വളരെ കറക്റ്റായിട്ട് അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് നല്ല നടനായിട്ട് ആൾക്കാരെ മുന്നിൽ തോന്നും. അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് തോന്നും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ആ സ്പീഡിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും അഭിനയിക്കണമെന്ന് തോന്നും നമുക്ക് ചില സമയത്ത്. ഈ ടെക്നിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കുകയും തങ്ങൾ മികച്ച നടന്മാരാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തത് ഈ ടെക്നിക്ക് വഴിയാണ്. അല്ലാതെ വെറുതെ നിന്നിട്ട് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. ഷോട്ടിനനുസരിച്ചും ആംഗിളിനനുസരിച്ചും ആ ലെൻസിനനുസരിച്ചൊക്കെ നിന്ന് പെർഫോം ചെയ്യണം. ഇപ്പോൾ ക്ലോസിൽ നമ്മൾ അത്രയും അധികം പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കവിടെ ക്ലോസ് ഷോട്ടുകൾ സെർച്ച് ചെയ്യാൻ അറിയാം. നമുക്ക് അധികം ഇങ്ങോട്ടേൽ കണ്ണിൽ ജസ്റ്റ് വെള്ളം വന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നനയും. പക്ഷെ ഒരു വൈറ്റ് ഷോട്ടിൽ കുറച്ചും കൂടി ബോഡി എടുത്തിട്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആക്ടേഴ്സ് നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്താണ്. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇവർ ആ ഓരോ ഷോട്ടിന് വേണ്ടിയും പ്രിപ്പയർ ആവണത്. നമുക്ക് ചില ക്ലോസ് ഷോട്ട് എടുക്കാൻ പോകുന്നത് തന്നെ കവളിങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ട് തിരിയും, അപ്പോൾ ചോക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് നമുക്കവിടെ കവളിങ്ങനെ ചോന്നിരിക്കുന്നില്ലേ ചില ഷോട്ടിൽ. അപ്പോൾ എനിക്ക് ശരിക്കും ജീവിതത്തിൽ ആ കഥ നടക്കുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇല്ലല്ലോ. പക്ഷേ ഷോട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് ക്ലോസ് എടുക്കുമ്പോൾ ഇങ്ങനെ തുടുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ പല ടെക്നിക്കുകളുമുണ്ട് പുള്ളിക്ക്. പുള്ളി കുറച്ചും കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ. പക്ഷേ
എപ്പോഴും ആളുകൾ കൂടുതലും ബ്യൂട്ടിഫിക്കേഷനെ ശ്രദ്ധിക്കുന്നുണ്ട് സിനിമയിൽ. അത് എനിക്ക് മനസ്സിലായത് ഷൂട്ടിങ് കണ്ടതുകൊണ്ടാണ്. കാരണം അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമ ആയതുകൊണ്ട് കുറച്ച് ഭംഗിയിലിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഉറക്കത്തിന് എഴുന്നേറ്റ് വരുമ്പോൾ മുടിയും കറക്റ്റ് ആയിരിക്കും, ഡ്രസ്സ് കറക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ വൃത്തിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആളായിരിക്കും, പെർഫെക്റ്റ് അക്ഷര സ്ഫുടതയിലൊക്കെ സംസാരിക്കും. പക്ഷെ അത് തന്നെയാണ് അവർ പുതിയൊരു ആക്ടർ ഉണ്ടാവാൻ സമയം എടുക്കുന്നത്. മമ്മൂക്കയും മോഹൻലാലിനും ശേഷം മമ്മൂക്കയും മോഹൻലാലും പോലെ തന്നെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫഹദ് വരുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുക. ഫഹദ് വരുമ്പോൾ സംഭവിക്കുന്നത് ഫഹദിൻ്റെ പോലെയാണ് ചൂടാവുന്നത്, ഡയലോഗ് പറയണത്. അതുവരെ മമ്മൂക്കാരും മോഹൻലാലും പോലെയാണ് എല്ലാവരും ഡയലോഗ് പറയണം. കാരണം അവരെ പോലെ ആവാനാണ് എല്ലാവരും നോക്കണം. അവരെ പോലെ ഇനി ഒരാളും ഉണ്ടാവില്ല, വേറൊരാളെ പോലെ ദ ബെസ്റ്റ് ആക്ടർ അല്ല എന്ന് ദ നെക്സ്റ്റ് ആക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ അയാളുടെ ശൈലികളാണ് ആളുകൾക്ക് കാണേണ്ടത്. മറ്റവരെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പടം ഷൂട്ടിങ് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഐഡിയാസൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇവർ ചെയ്യുന്നതൊക്കെ ഓക്കെ, ഭയങ്കര പെർഫെക്റ്റ്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഈ ക്ലീൻ എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ വിട്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. നാച്ചുറലായിട്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന വേർപ്പും അല്ലെങ്കിൽ ഷർട്ട് ചുളിയുന്നതും അല്ലെങ്കിൽ മുഷിയുന്നതും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന് ലൊക്കേഷനിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ്. ഷോർട്ടിന് മുന്നേ ഇവരെല്ലാവരും വൃത്തിയാവും വീണ്ടും. ആ ആവശ്യമുള്ള ക്യാരക്ടറിന് മാത്രം അങ്ങനെ വൃത്തിയായാൽ മതി. അതുകൊണ്ടാണ് മമ്മൂക്കയൊക്കെ ഭരതൻ്റെ പടത്തിലും പത്മരാജൻ്റെ പടത്തിലൊക്കെ മമ്മൂക്കി മോഹൻലാലും ചെന്ന് അഭിനയിക്കുമ്പോൾ അവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം. അവർ കുറച്ചും കൂടി നാച്ചുറൽ ക്യാരക്ടറായിട്ട് തോന്നില്ലേ. മറ്റുള്ളവരൊക്കെ കുറച്ചൊരു ഒരുക്കം നമുക്ക് ഫീൽ ചെയ്യാമല്ലോ, റിഫൈൻഡ് ആയിട്ടും. ഇപ്പോൾ ഫൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും പിന്നീട് ലാലേട്ടനിലാണ് മുടിയൊന്ന് മാറിക്കിടക്കുന്നതും ഷർട്ടൊന്നും മാറിക്കിടക്കുന്നതൊക്കെ. അധികം ആൾക്കാരിലും അങ്ങനെ വരില്ല. അവരൊന്നും കൂടി മിനുക്കിയിട്ടാണ് വരുള്ളൂ ഷോർട്ടിന് മുന്നേ. ആ മിനുക്കുന്നത് ബ്യൂട്ടിഫിക്കേഷൻ അല്ല ശരിക്കും വേണ്ടത്, ക്യാരക്ടറൈസേഷനിലേക്ക് ആവുകയാണ് വേണ്ടത്. സിനിമയിൽ ബ്യൂട്ടിഫിക്കേഷന് ഒരു സ്ഥാനമില്ല. അങ്ങനെയായിരുന്നു കണ്ടുവന്ന ടെക്നിക്സ് കുറച്ച് പയറ്റിയിട്ട് പിന്നെ റിയലൈസ് ചെയ്തതാണോ ശൈലി വേണം എന്ന് തീരുമാനിച്ചു? ആദ്യം നമ്മൾ എന്തായാലും ഇമിറ്റേറ്റ് ആണ് ചെയ്യുന്നത്. കാരണം മോഹൻലാലിനും മമ്മൂക്കയും ചെയ്ത നമ്മൾക്കൊരു ഷോട്ട് കിട്ടുമ്പോൾ നമ്മൾ മുന്നേ കണ്ട പടങ്ങളിലെ ഷോട്ടുകളൊക്കെ വെച്ചിട്ട് അതേപോലത്തെ ഷോട്ട്, അതുപോലത്തെ അഭിനയമാണ് വേണ്ടത്, അങ്ങനെ ചെയ്യും. ആദ്യം നമുക്ക് ആളുകൾ അത് റെക്കഗ്നൈസ് ചെയ്യാതെയും നമുക്ക് പ്രശ്നമില്ലാതെയും പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോഡി അല്ല, അതേപോലത്തെ ബോഡി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പോലത്തെ ബോഡി ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല ലാലേട്ടൻ ചെയ്തതാണ് ചെയ്യുന്നത്. എൻ്റെ ബോഡി അതായത് തീരെ സാമ്യമില്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് നമ്മൾ ഫഹദിൻ്റെ അഭിനയം കണ്ടിട്ട് നേരിട്ടും അപ്പോഴാണ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയി. ഇത് ഫഹദ് ചാപ്പാക്കുരിശിൽ ഇത് ഫഹദ് ചൂടാവണ പോലെ തന്നെയാണല്ലോ, ഇത് കൊള്ളാൻ സംഭവം മനസ്സിലാവണം. മമ്മൂട്ടി ചൂടാവണ പോലെ ചൂടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതുവരെ ചൂടാവണത് സുരേഷ് ഗോപി ചൂടാവണ പോലെയും മമ്മൂക്ക ചൂടാവണ പോലെയും ലാലേട്ടനെ അടിക്കണ പോലെയും ഇടിക്കണ പോലെയും ചിരിക്കണ പോലെയൊക്കെയാണ്. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. ഫഹദ് പക്ഷേ ആദ്യം വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. രണ്ടാമത് ചാപ്പാക്കുരിശിലൊക്കെ വരുന്ന സമയത്ത് ഫഹദിനെ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ഇപ്പോൾ എന്നെ പോലെയുള്ളൊരു പയ്യൻ എളുപ്പമുള്ള ആളാണ് ഫഹദ്, അത്ര ഹൈറ്റും എല്ലും. പിന്നെ ഞാൻ അവരെ പോലെ ചെയ്യേണ്ട നമ്മളെപ്പോലെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. അത് ആ ആക്ട് ചെയ്യണ സമയത്ത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മാജിക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കാണുമ്പോഴൊക്കെ ഷോർട്ടായിട്ടല്ലേ കാണണം, പണ്ട് സിനിമയായിട്ടല്ലേ കാണണം. ഇപ്പോൾ നമ്മളൊരു ഷോട്ട് അതവിടെ കട്ടാവും, ഇവിടെ കട്ടാവും, ഇവിടെ കട്ടായി, അത് കട്ടായി, ക്ലോസ് ആയി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. മാജിക് കളിക്കാൻ അറിയണം എന്തായാലും. നമുക്ക് മാജിക് ഇല്ല പിന്നെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കുന്ന സാധനം ഒറ്റ ഇതിന് എടുക്കുന്നത് പോലെ ആൾക്കാർക്ക് തോന്നുന്നത് നമ്മുടെ ട്രിപ്പ്, അവരെ തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ട്രിപ്പ്. ഇപ്പോൾ പടങ്ങൾ ചെയ്യുന്നതും ആൾക്കാരെ അവർക്ക് അതേപോലെ തോന്നിപ്പിക്കുന്ന സമയത്തും അവർ ആ ക്യാരക്ടർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർക്ക് കിട്ടുന്നതും ഒക്കെയാണ് നമ്മുടെ ട്രിപ്പ്. ഇപ്പോൾ പടം കാണുന്നത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. പടം കാണുന്നത് കഴിഞ്ഞു, വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വർക്കാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ. നമുക്ക് ഇനി മാജിക് കളിക്കുന്ന ആൾക്ക് മാജിക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതേപോലെ സിനിമ ഉണ്ടാക്കുന്ന ആൾക്ക് സിനിമ എൻജോയ് ചെയ്യാം. അവർ ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നതും
നമുക്ക് എന്തെങ്കിലും റിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുക. സ്വന്തം സിനിമ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട്, ഓരോ ഇത് നന്നാക്കാൻ പാടുന്നുള്ളൂ. മിസ്റ്റേക്സ് നമുക്ക് കാണാം ഒരുപാടും, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണമായിരുന്നു ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും തോന്നിയെങ്കിലും റിലീസാവുന്ന സമയമ്പോഴേക്കും ആ ധാരണയൊക്കെ മാറും. ഇതൊക്കെ മിസ്റ്റേക്സ്, പിന്നെ എന്തൊക്കെ ഇനി മാറ്റാം എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ നോട്ട് ചെയ്യണത് അങ്ങനെയായിരിക്കും. അത് നോട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം തന്നെ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ഓർമ്മയിൽ അങ്ങനത്തെ ഷോട്ടുകളൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ വന്ന് നമ്മൾ ചെയ്യും. അല്ലാതെ ഇതൊന്നും ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇന്ന് ഒബ്സർവ് ചെയ്ത് തുടങ്ങി അങ്ങനെയല്ലല്ലോ. നാച്ചുറലി സംഭവിക്കേണ്ടതല്ലേ. ഒരു സാധനത്തോട് നമുക്ക് ജെന്യൂനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ അത് നമ്മുടെ ഉള്ളിലേക്കും കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടുള്ള എല്ലാതും നമ്മളുടെ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനത്തിലേക്ക് വന്നു ചേരും. അതിനാണ് നമ്മൾ പറയില്ലേ, ദ വേൾഡ് കം ആ ടൈം, അല്ലെങ്കിൽ വേൾഡ് അതിനുവേണ്ടി നിനക്ക് ഒരുക്കി തരുമെന്ന് പറയണത്. അപ്പോൾ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തിലേക്കാണോ നിനക്ക് പോകേണ്ടത് അതിലേക്ക് എത്തിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഭയങ്കര അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഒബ്സർവ് ചെയ്യണ കാര്യങ്ങളല്ല. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിലേക്ക് അങ്ങനെ എത്തും.